LDF ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദനക്കളരിയായി മാറാൻ പാടില്ല എന്നാണ് CPI നിലപാട്. സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് അന്വേഷണം ഉണ്ടാകും. അന്വേഷണം ഇല്ലാതെ സസ്പെൻഷൻ്റെ പുറത്ത് പിന്നെ മുമ്പോട്ട് പോയാൽ, അന്വേഷണം കൂടാതെ അയാളെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നിഷ്പ്രയാസമായ ഉദ്യോഗസ്ഥന് കോടതിയിൽ പോകാൻ രക്ഷപ്പെട്ട് പുറത്തു വരാം. ഗൗരവമായിട്ട് തന്നെ കാണുന്നൊരു ഗവൺമെൻറ്റിന് സസ്പെൻഷന് ശേഷം അന്വേഷണം നടത്തിയിട്ട് കുറ്റം തെളിയിക്കപ്പെട്ടിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. തെളിയിക്കപ്പെടേണ്ട കുറ്റമുണ്ട് അവിടെ. ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. സർക്കാരിൻ്റെ ഈ യുവതീ പ്രവേശന നിലപാടിലൊക്കെ മാറ്റം വന്നോ, അതോ മുൻ നിലപാടിൽ തന്നെയാണോ ഉള്ളത്? അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർ ദേവസ്വം ബോർഡാണ്. അവകാശം ദേവസ്വം ബോർഡിനുണ്ട്, അത് വിട്ടുകൊടുക്കുക അവർക്ക്. യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ട പാഠങ്ങളൊക്കെ എല്ലാവരും പഠിക്കും. മുൻ നിലപാട് CPIൻ്റെയും CPIയുടെയൊക്കെ പഠിക്കേണ്ട പാഠങ്ങൾ എല്ലാവരും പഠിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട്. കുറേ പേർക്കെതിരെ കേസെടുത്തതൊക്കെ പിൻവലിക്കണമെന്ന ആവശ്യം. പഠിക്കേണ്ട പാഠം എല്ലാവരും പഠിക്കുമെന്ന് പറഞ്ഞാൽ ഉത്തരവുണ്ട് അതിനകത്ത്. കേരളത്തിലിപ്പോൾ ഏറ്റവും അധികം വർഗീയത പറയുന്ന ആൾ ശശികല ടീച്ചറൊന്നുമല്ല, പകരം വെള്ളാപ്പള്ളി നടേശനാണ്. താങ്കളത് ശ്രദ്ധിക്കാറുണ്ട്? വർഗീയത ആര് പറഞ്ഞാലും തെറ്റാണ്. ആ വർഗീയത പറയുന്ന ആ വെള്ളാപ്പള്ളി നടേശനെ ഗുരുവിനോട് ചേർത്തപ്പെടുത്തിയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയൊക്കെ പ്രകീർത്തിക്കുന്ന കാണുന്നു. വർഗീയത ആര് പറഞ്ഞാലും തെറ്റാണ്. നമ്മൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കും. വർഗീയത ആര് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉത്തരവുണ്ട്. കേരള കോൺഗ്രസ് LDFിൽ നിൽക്കുന്നത് അടുത്ത കഴിഞ്ഞ ഭരണത്തുടർച്ച ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്ത ഭരണത്തിലേക്ക് പോകാനും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണിയിലെ നിൽപ്പ് എത്രത്തോളം LDFിന് ഗുണം ചെയ്യും? ഈ മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയും പുറത്തു പോകേണ്ട കാര്യമില്ല. മുന്നണിയുടെ സാമൂഹിക അടിത്തറ ഇനിയും വിപുലപ്പെടണം. പുതിയ ബന്ധുക്കളുണ്ടായി വരണം. പുതിയ സോഷ്യൽ സ്റ്റാറ്റ ഈ മുന്നണിയെ സ്വന്തം മുന്നണിയായിട്ട് കാണണം. CPI നിലപാട്. പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വരാനുള്ള രാഷ്ട്രീയ പാർട്ടികളെന്ന് ഞാൻ പറഞ്ഞില്ല. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക വിഭാഗങ്ങൾ, ദുഃഖിതർ, മർദ്ദിതർ, ചൂഷിതർ, പാവങ്ങൾ, പട്ടണക്കാർ, അവരുടെ എല്ലാം പക്ഷമാണ് ഇടതുപക്ഷം. അതിൻ്റെ മുന്നണിയാണ് LDF. ആ ഭാഗത്തേക്ക് വരാൻ കഴിയുന്ന എല്ലാവരും വരണം. മുസ്ലിം ലീഗിനൊക്കെ വരാമോ? മർദ്ദിതരാണെങ്കിൽ, ചൂഷിതരാണെങ്കിൽ അവർക്ക് വരാം. അവരുടെ മറ്റ് നിലപാടുകളൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ല. പാർട്ടിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മർദ്ദിതരായവർക്ക്, ചൂഷിതരായവർക്ക്, മോചനം കൊതിക്കുന്നവർക്ക്, മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മതേതരത്വവും ജനാധിപത്യവും പൗരാവകാശങ്ങളും ഫെഡറലിസവും പുലർന്നു കാണാൻ കൊതിക്കുന്നവർക്ക്, അവർക്കെല്ലാമുള്ള രാഷ്ട്രീയ കേന്ദ്രമാണ് LDF. അത്തരക്കാർക്കെല്ലാം വരാം. പാർട്ടിയല്ല പ്രശ്നം.